മസ്റ്റ് വാച്ച് ആയിട്ട് കണ്ടിരിക്കേണ്ട ഒരു മൂവി തന്നെയാണ് കൺട്രോൾ. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ പടം അവൈലബിൾ ആണ്. ഒരു സ്ക്രീൻ ത്രില്ലർ ജോണറിലാണ് പടം സെറ്റ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ടെക്നോളജി ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്രത്തോളം റിലേറ്റബിൾ ആയിട്ട് എടുത്തു വെച്ചിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. ഇപ്പോൾ മറ്റുള്ള ലാംഗ്വേജസിലാണെങ്കിൽ ഇപ്പോൾ മിസ്സിങ്ങും സെർച്ചിങ്ങും പോലുള്ള മൂവീസ് നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും. ശരിക്കും ആ ഒരു പടം ഫോളോ ചെയ്യുന്ന ഒരു തീം തന്നെയാണ് ഇവിടെയും ഒരു യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അത്രത്തോളം AI ഡൊമിനന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഡീപ് ഫേക്ക് ആയാലും അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയാസും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വീഡിയോ എഡിറ്റിങ്ങോ മറ്റൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ആപ്പുകളിൽ പോലും AI ഒരു പ്രസൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അസിസ്റ്റന്റ് ഒക്കെ ആയിട്ട്. സോ ഇതിന്റെയൊക്കെ ഒരു പോസിറ്റീവ് സൈഡും അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളും അതേസമയം അതിന്റെ ഒരു മിറർ സൈഡും കൂടിയിട്ടാണ് സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ പടം നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഇരുത്തി ചിന്തിപ്പിക്കുന്ന പല കാര്യങ്ങളും ഇതിലൂടെ അവർ കൺവേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. എൻ്റെ അനന്യ പാണ്ഡെയുടെ ഒരു ലീഡിങ് ക്യാരക്ടറിന്റെ പെർഫോമൻസ് ആയിരുന്നു ഈ പടത്തിന്റെ ഹൈലൈറ്റ്. പ്രത്യേകിച്ച് ആ ക്യാരക്ടർ കടന്നു പോകുന്ന ചില ഇമോഷണൽ ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ട്. അതൊക്കെ നല്ല രീതിയിൽ തന്നെ കൺവേ ചെയ്യുന്നതിലും അല്ലെങ്കിൽ ആ റിലേറ്റബിൾ ആക്കുന്നതിലും പല സീനുകളിലും ശരിക്കും അത് കാണാൻ പറ്റി. ആൻഡ് പിന്നെ പറയേണ്ടത് ഇതിന്റെ മ്യൂസിക് ആണ്. പ്രത്യേകിച്ച് ചില പെർട്ടിക്കുലർ സീനിലൊക്കെ അവർ യൂസ് ചെയ്തിട്ടുള്ള ചില ബീറ്റിങ്ങുകളുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ടെൻസ്ഡ് ആക്കുന്ന പല സിറ്റുവേഷൻസിനെയും നമുക്ക് ഒരു ഫീൽ ആക്കുന്ന പോലെയായിരുന്നു പോക്ക്. അത് ഒക്കെയായിരുന്നു ഈ പടത്തിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ്സ്. ആൻഡ് നമ്മളിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും നമ്മൾ എത്രത്തോളം ആപ്പുകൾ ഒരു ദിവസം യൂസ് ചെയ്യുന്നു. ഇപ്പൊ ഷോപ്പിങ്ങിനായാലും എന്റർടൈൻമെന്റിനായാലും ഒക്കെ ഇതിലൂടെ അവർ യൂസ് ചെയ്യുന്ന ചില എഗ്രിമെന്റ് ഉണ്ട്, യൂസർ എഗ്രിമെന്റ് ഒക്കെ. ഇതൊക്കെ നമ്മൾ ഓക്കെ അടിച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയാണ് അതിലൂടെ അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ അത്രത്തോളം ഡാറ്റ കൊണ്ട് അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളൊരു ചോദ്യം ബാക്കി വെച്ചിട്ടുകൊണ്ടാണ് സിനിമ അവസാനിച്ചിട്ടുള്ളത്. കൂടുതൽ അറിയണമെങ്കിൽ ഈ പടം തന്നെ കാണാം. ഈ പടം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒന്ന് ചിന്തിച്ചു പോകും. അല്ലെങ്കിൽ അത്രത്തോളം പലയിടത്തും നല്ല ഫീലോട് കൂടിയിട്ടാണ് സിനിമ പോയത്. ചിലയിടത്ത് അത്രത്തോളം ഇമോഷണൽ ആക്കി, ചിലയിടത്ത് ഒരുപാട് ചിന്തിപ്പിച്ചു. അങ്ങനെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനോട് അത്രത്തോളം യോജിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ അത്രത്തോളം റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഡിജിറ്റൽ അവയർനെസ് ആയിട്ടുള്ള ഒരു മൂവിയാണ് കൺട്രോൾ. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവർ മസ്റ്റ് ആയിട്ട് കാണാം. പടം നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്.